ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വാഴപ്പിണ്ടി മസാലയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാഴപ്പിണ്ടി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, കുറച്ച് തൂരപ്പരിപ്പ്. ഇതെല്ലാം ഒരു കുക്കറിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം 3 വിസിലിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർക്കാം. കുറച്ച് കുരുമുളകും ഗരം മസാലയും. ഇനി ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. കുറച്ച് എണ്ണ, ഒരു പച്ചമുളക്. ഇനി ഒരു അരമുറി തേങ്ങ ചിരകിയത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ഒരു 5 ചെറുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്യാം, 1/4 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് മഞ്ഞൾ, 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി. ലോ ഫ്ലെയിമിൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നതിന് ശേഷം കുറച്ച് പുളി ചേർക്കാം. ഇതൊരു മിക്സിയിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ച വാഴപ്പിണ്ടിയും ഉരുളക്കിഴങ്ങും ഒരു പാനിലോട്ട് നമുക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇനി താളിക്കാനായിട്ട് എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ആഡ് ചെയ്യാം, കുറച്ച് ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ ഉലുവ, കുറച്ച് കരിവേപ്പില ചേർക്കാം. ഇത് നമ്മൾ നേരത്തെ റെഡിയായിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. അങ്ങനെ വാഴപ്പിണ്ടി മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. വാഴപ്പിണ്ടിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. റഫ് ഏജ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷനൊക്കെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കുറച്ച് മല്ലിയില ചേർത്ത് ഗാർണിഷ് ചെയ്യാം. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലാണ് നമ്മുടെ ഈ വാഴപ്പിണ്ടി മസാല കറിക്ക്. ചപ്പാത്തിയുടെ കൂടെ, വൈറ്റ് റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. വീട്ടിൽ എന്തായാലും ട്രൈ നോക്കണം. ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അടുത്ത വ്ലോഗിൽ കാണും വരെ ബൈ.